എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം. ഞങ്ങളെ ഇവിടെ കർണാടക ഗവൺമെന്റ് വിളിച്ചത് ഈ ആക്സിഡന്റ് സ്ഥലത്ത്, ലാൻഡ് സ്ലൈഡ് സ്ഥലത്ത് എവിടെയാണ് നമ്മുടെ ട്രക്കിന്റെ പൊസിഷൻ, റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനായിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട്, കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ വിളിച്ചത്. അപ്പോൾ ഇവിടെ 4 ഐറ്റംസ് ഉണ്ട്, ഇരുമ്പുണ്ട്, 4 ഒബ്ജക്ട്സ്. ഒന്ന്, ഒരു റെയിലിംഗ് ഉണ്ട് അലോങ് ദി റോഡ്, സേഫ്റ്റി റെയിലിംഗ്. സെക്കൻഡ്, ഒരു ടവർ ഉണ്ട് വെള്ളത്തിൽ വീണത്. തേർഡ്, നമ്മുടെ മെർസിഡീസ് ബെൻസ്, അർജുന്റെ മെർസിഡീസ് ബെൻസ്. ആൻഡ് ഫോർത്ത്, ഒരു ഇപ്പോഴും കാണാത്ത ഒരു ക്യാബിൻ, ടാങ്കറിന്റെ ക്യാബിൻ. ഈ 4 ഐറ്റംസ് മിസ്സിംഗ് ആണ്. ആ 4 ഐറ്റംസ് ഇനി വെള്ളത്തിലാവാനാണ് മാക്സിമം ചാൻസ്. അപ്പൊ ഇന്നലെ 2 സ്പോട്ട് കിട്ടിയപ്പോ 2 സ്പോട്ട് ഇവിടെയുള്ളൂ. ബാക്കി 4 സ്പോട്ട് എവിടെയാണ്, ബാക്കി 4 സ്പോട്ട് കൂടെയാണോ സെപ്പറേറ്റ് ആണോ, അത് അറിയാനായിരുന്നു നമ്മുടെ പ്രശ്നം മൈൻഡിൽ. ഇത് എങ്ങനെ സോൾവ് ചെയ്യും? അപ്പൊ അതിനെ കുറച്ച് അനാലിസിസ് ചെയ്തപ്പോ നമ്മൾ വെള്ളത്തിൽ ഒന്നുകൂടെ കയറി സൗണ്ട് റേഞ്ചിങ് എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ട്, പിന്നെ മാഗ്നറ്റോമീറ്റർ ഉപയോഗിച്ചിട്ട്, അപ്പൊ 3ാമത്തെ ഒരു സ്പോട്ട് വീണ്ടും കിട്ടി. നമ്മുടെ ഒരു ഡ്രോൺ ഫ്ലൈ കുറച്ച് ചെയ്തപ്പോ ഇനിയൊരു സ്പോട്ട് കിട്ടി. അപ്പൊ 3ാമത്തെ സ്പോട്ട് നമുക്ക് റെഡിയായി. ഇപ്പോഴും 4ാമത്തെ ഐറ്റം എവിടെയാണ്, അത് കൂടിയുണ്ടോ സെപ്പറേറ്റ് ആണോ അറിയാൻ പറ്റില്ല. 3 സ്പോട്ട് തന്നെയാണോ അതോ ഇനിയൊരു സ്പോട്ട് ഉണ്ടാവോ പറയാൻ പറ്റില്ല. ഈ 4 സ്പോട്ടിൽ നമ്മുടെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു എവിടെയാണ് ട്രക്ക്. കാരണം ആ ട്രക്കിന്റെ അകത്ത് തന്നെ നമ്മുടെ അർജുനൻ ഉണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ട്രക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ റൂൾ ഔട്ട് ചെയ്യും? ടെക്നിക്കലി ആൻഡ് ലോജിക്കലി ഈ രണ്ടും കൂടിയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ടവറിന് സർഫേസ് ഏരിയ ഒരുപാട് കുറവാണ്, ഹെവിയുമാണ്. അപ്പൊ താഴെ വന്നതും സർഫേസ് ഏരിയ കുറവായ കാരണം വെള്ളത്തിന് അതിനെ പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മോസ്റ്റ് ലൈക്ലി ടവർ ഫസ്റ്റ് ആയിരിക്കും ഫോൾ ആവുന്നത്. റെയിലിംഗ് കുറച്ച് ഇങ്ങോട്ടായ കാരണം റെയിലിംഗ് ഫോൾ ആയിട്ട് അത് ഏറ്റവും അടുത്ത് ഫോൾ ആവണം. കാരണം ദൂരത്തിൽ അത്ര പോവില്ല, മണ്ണ് പെട്ടെന്ന് തന്നെ പിടിക്കും. ചിലപ്പോൾ അത് മണ്ണത്തിന്റെ അടുത്ത്, മണ്ണത്തിന് താഴെ കവറായി കാണും. പിന്നെയാണ് ഒരു ട്രക്ക്, ഒരു ക്യാബിന്. ഇപ്പൊ ഇന്നലത്തെ 2 സ്പോട്ട്സ് കിട്ടിയപ്പോ അതിൽ ഫസ്റ്റ് മോസ്റ്റ് പ്രോബബിൾ സ്പോട്ട്, അതിൽ നമ്മൾ ഡ്രോൺ ഫ്ലൈറ്റ്സ് നടത്തി, കുറെ ഫ്ലൈറ്റ്സ് നടത്തി, അതിന്റെ സിഗ്നേച്ചർ ക്യാപ്ചർ ചെയ്തു. ആ സ്പോട്ടിന് ഒരു റീസണബിൾ സ്ട്രോങ് സിഗ്നേച്ചർ കിട്ടി. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് കൺഫേം ആയില്ല അത് ട്രക്ക് ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോഴാണ് 1ാമത്തെ 2 സെക്കൻഡ് ലഞ്ച്, പോസ്റ്റ് ലഞ്ച് അവറിൽ നമ്മൾ വീണ്ടും റൺസ് നടത്തി ഓൺ ദ 3rd സ്പോട്ട്, ദാറ്റ് ഈസ് മോസ്റ്റ് ബോട്ടം സ്ട്രീം. അവിടെയാണ് നമുക്ക് മാക്സിമം സിഗ്നേച്ചർ കിട്ടിയത്. ഇന്ന് രാവിലത്തെ മാഗ്നറ്റോമീറ്ററിലും ഇപ്പോ ഉച്ചയ്ക്ക് ഇത് ഓട്ടിച്ചതും ഡ്രോണിന്. അപ്പൊ അത് കാരണം ആ 3rd സ്പോട്ടില് ട്രക്കിന്റെ പൊസിഷനിങ് പോസിബിളി ഹയസ്റ്റ് ആണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ. പിന്നെ അവിടെ ആ ട്രക്കിന്റെ പൊസിഷൻ എത്താൻ കാരണം എന്തായിരിക്കും, അതാണ് പ്രശ്നം. ഇത്ര ദൂരത്ത് എങ്ങനെയാ ട്രക്ക് പോയി? അത് ഈ ട്രക്കിലെ ബാക്കിൽ ഓൾമോസ്റ്റ് 400 ലോഗ്സ് ലോഡഡ് ആയിരുന്നു, നന്നായി കെട്ടിയിട്ട്. അപ്പോ ഈ ട്രക്ക് റോൾ ഡൗൺ ആവുമ്പോ ഒന്ന് ലോഗ് സെപ്പറേറ്റ് ആയിട്ടില്ല, പിന്നെ ലോഗ് സെപ്പറേറ്റ് ആയി കാണും. ഇതിന്റെ ആൻസർ ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ ടിൽ ടുഡേ ആഫ്റ്റർനൂൺ. ലോഗ് സെപ്പറേറ്റ് ആയില്ലെങ്കിൽ ആ ലോഗിന് നല്ല ബോയിൻസി ഉണ്ട്, ടയർസിന് നല്ല ബോയിൻസി ഉണ്ട്, ക്യാബിന് നല്ല ബോയിൻസി ഉണ്ട്, അസ്യൂമിംഗ് ക്യാബിൻ ഈസ് നോട്ട് ഡാമേജ്ഡ്. അപ്പോ ഇമ്മീഡിയറ്റ്ലി ട്രക്ക് സിങ്ക് ആവാൻ ചാൻസ് ഇല്ല. ഇത്ര ഫ്ലോട്ടിംഗ് വാട്ടറിൽ, ഫ്ലോയിങ് വാട്ടറിൽ കുറച്ച് ഇങ്ങനെ സബ്മേർജ് ആയി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അറിവ് കിട്ടിയത് ഉച്ചയ്ക്ക് കുറെ ലോഗ്സ് ഓഫ് ഓൾമോസ്റ്റ് 500 ഡൗൺ സ്ട്രീമില് കുറെ ലോഗ്സ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ലോഗ് വെള്ളത്തിൽ പോയ ശേഷം ഈ ലോഗ് കയറ് പൊട്ടിയിട്ട് ലോഗ് സെപ്പറേറ്റ് ആവാൻ തുടങ്ങി. പക്ഷെ കുറച്ചു നേരം ആ ലോഗ് സെപ്പറേറ്റ് ആയില്ല. അത്ര സമയം വരെ ട്രക്ക് ഇങ്ങനെ ഫ്ലോട്ട് ആയി കാണും.
അതാണ് കുറച്ചൊന്ന് ഡൗൺ സ്ട്രീം പോയിട്ട് അവിടെയാണ് നമുക്ക് മാക്സിമം അതിന്റെ സിഗ്നൽ കിട്ടുന്നത്. അപ്പൊ ഈ ലോജിക്കും കിട്ടിയ സിഗ്നൽസും രണ്ടും കുറച്ച് മാച്ച് ആവുന്നുണ്ട്. ഈ സിഗ്നൽസിനെ ഈ കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ നേവൽ ഡൈവേഴ്സിനെ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സ്പോട്ടാണ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത് തൽക്കാലം ഇപ്പോൾ ചെയ്യാൻ പോകണമെങ്കിൽ. പക്ഷെ അത് മാത്രമല്ല, ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ഫ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് വി നോ ദാറ്റ് തെർമൽ ഇമേജിംഗ് നമ്മൾ ട്രൈ ചെയ്തു. കാരണം വി നോ ദാറ്റ് തെർമൽ ഇമേജിംഗ് ഈസ് ഓൺലി ദെയർ ഫോർ ബോഡി വിച്ച് ഈസ് ജനറേറ്റിംഗ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ ജനറേറ്റിംഗ് ബോഡി അവിടെ ആവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ ആ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും മൈൻഡിലുണ്ട്. പക്ഷെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി, നമുക്ക് തെർമൽ ഇമേജിംഗിൽ ഒരു ഹീറ്റ് കിട്ടിയില്ല. രാത്രി ഒന്നുകൂടെ നോക്കും, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ജസ്റ്റ് റീഅഷ്യൂറിംഗ് ദാറ്റ് തെർമൽ ഇമേജ് നമ്മൾ, കാരണം തണുപ്പാവും രാത്രി. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഇതും അനലൈസ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ അർജുനന്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ അകത്ത് നമ്മൾ എടുക്കണമെങ്കിൽ എപ്പോഴാണ് അതിനെ എടുക്കേണ്ടത്? ആ ഡലയമാണ് ഇപ്പോൾ ഡി സിയുടെ കയ്യിൽ, അഡ്മിനിസ്ട്രേഷന്റെ കയ്യിൽ. കാരണം അവിടെ 6 knots വരെ കറണ്ട്, 6+ knots കറണ്ട് ഉണ്ട്. ആൻഡ് മഴ പെയ്താൽ കറണ്ട് കൂടുന്നു. ആൻഡ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നേവൽ ഡൈവേഴ്സിന്റെ ഡിസൈൻഡ് കപ്പാസിറ്റിയാണ് 2 knots. അവർ 3 knotsലും ചിലപ്പോൾ ചെയ്യും ജീവനം രക്ഷിക്കാനായിട്ട്, സ്വന്തം ജീവിതത്തിനെ റിസ്കിലിട്ടിട്ട്. അത് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ. പക്ഷെ 6 knots 8 knotsൽ ഡൈവ് ചെയ്യാ പറഞ്ഞാൽ സ്വന്തം ഓൾമോസ്റ്റ് സുസൈഡൽ പോലെ ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ. ബട്ട് നേവി ഈസ് എ ബെറ്റർ ഓർഗനൈസേഷൻ ടു കമന്റ് ഓൺ ദാറ്റ്. ഇത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് എ ഡൈവർ. ഒരു ഡൈവിംഗ് കോഴ്സ് പോയിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡൈവേഴ്സിനെ എപ്പോഴാണ് ഇറക്കേണ്ടത്? അതൊരു ബിഗ് ഡയലമാണ്. നമുക്ക് അർജുനനെ കൊണ്ടുവരണം, പക്ഷെ അത് എപ്പോഴായിരിക്കും? ആ പ്രശ്നം നമ്മുടെ ഡി സിയുടെ മൈൻഡിലുണ്ട്, നമ്മുടെ MLAയുടെ മൈൻഡിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ട്. അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു ആൻസർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിഷൻ ഉപയോഗിച്ചിട്ട്. ആൻഡ് നമ്മള് ആ മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോണ രാത്രി അതിനെ കുറച്ചുകൂടെ പ്രൊഫൈലിംഗ് ചെയ്തിട്ട് നമ്മുടെ ഡൈവർ താഴെ പോകുമ്പോ അവര് ബെസ്റ്റ് പ്ലാൻ എങ്ങനെ വെക്കും? ഡൈവിംഗ് പ്ലാൻ. കാരണം ഡൈവിംഗ് പ്ലാൻ എന്നെ ഒരു ഭയങ്കര മുഖ്യമായ പ്ലാനാണ് ടു മിനിമൈസ് ടൈം ആൻഡ് മാക്സിമൈസ് ഔട്ട്കം. ആ പ്ലാൻ വെക്കാനായിട്ട് നമുക്ക് അവർക്ക് എത്ര ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നത്. ഇനിയും കണ്ടിന്യൂ കുറച്ച് രാത്രി അതിന്റെ ഇൻഫർമേഷൻ എടുക്കും. പിന്നെ നമ്മുടെ ഈ സ്പെഷ്യലിസ്റ്റ് ഇരുന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. ആൻഡ് ആ ഇൻഫർമേഷൻ, ആ ട്രക്കിന്റെ പ്രൊഫൈല് ഇങ്ങനെ കിടക്കണോ, നേരെ കിടക്കണോ, അകത്ത് പോകാൻ പറ്റോ? വി വിൽ ഓൾസോ ട്രൈ ഡയലക്ട്രിക് പ്രോപ്പർട്ടി വെച്ചിട്ട് അവിടെ ശരീരമുണ്ടോ? കാരണം ഒരു അസസ്മെന്റിൽ അവർ പറഞ്ഞിറക്കണത് ചിലപ്പോ അവർ പുറത്തായിരുന്നു, വണ്ടിയുടെ അകത്തായിരുന്നില്ല. അതും ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിലെ ഡലേമ. സോ ഇതൊക്കെ എന്താണ്, ഇത് വേറെ വേറെ ഡിഫറെന്റ് സിറ്റുവേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ടെക്നോളജി കൊണ്ടുവന്നിരിക്കണത്. അപ്പൊ ഇന്നത്തെ ഈ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു റീസണബിൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ദാറ്റ് സ്പോട്ട് വേർ ദ ട്രക്ക് ഈസ് മോസ്റ്റ് ലൈക്ലി എംബെഡഡ്. വൺ കൺക്ലൂഷൻ. സെക്കൻഡ്, ആ ക്യാബിൻ സെപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ 5ാമത്തെ സ്പോട്ട് കിട്ടും. അപ്പൊ അതിനായിട്ട് നമ്മൾ മെർസിഡീസ് ബെൻസിനെ കൺസൾട്ട് ചെയ്തു. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദി മെർസിഡീസ് ബെൻസ് ട്രക്ക് സെപ്പറേറ്റിംഗ് ഫ്രം ദ ബോഡി? കുറെ കൺസൾട്ടൻസി അവരുടെ R&D ആരുടെ സംസാരിച്ചു, എത്ര വെയിറ്റ് അതിന് എടുക്കാൻ പറ്റും, വാട്ട് ഇമ്പാക്ട് ഇറ്റ് ക്യാൻ ടേക്ക്. 55 ന്യൂട്ടൺ ജൂൾസ്, 55 കിലോ ജൂൾസ് വെയിറ്റ് ഇറ്റ് ക്യാൻ ടേക്ക്. അപ്പോ ക്രാഷ് ആവുന്നത്. പക്ഷെ അവരുടെ അടുത്ത് ഈ ഇൻഫർമേഷൻ ഇല്ല. ഇത് സെപ്പറേറ്റ് ആവാൻ ഇത്ര ഇമ്പാക്ട് വേണ്ടി വരും. പ്ലസ് ദേ ആർ സെയിങ് അതിന്റെ മാനുഫാക്ചറിംഗ് ഈസ് നോട്ട് ലൈക്ക് എ 12-ton ട്രെയിലർ ട്രക്ക് ഓർ എ കണ്ടെയ്നർ ട്രക്ക്. അതിന്റെ ബോഡി സെപ്പറേറ്റ് ആണ്. അത് സ്വിവൽ ചെയ്യും ക്വിക്ലി തിരയാനായിട്ട്. ഈ ട്രക്ക് അങ്ങനെയല്ല മാനുഫാക്ചറിംഗ്. ഈ ട്രക്കിന്റെ ഓൾമോസ്റ്റ് മോണോലിത്തിക് ആക്കും. അതിന് നട്ട് ബോൾട്ട് വെച്ചിട്ട് ഹിഞ്ചസിൽ മാത്രം ട്രക്ക് എങ്ങനെയാവും. അപ്പോൾ ആ ഒരു ഇമ്പാക്ടില് ക്യാബിൻ സെപ്പറേറ്റ് ആവുന്ന ചാൻസ് കുറവാണ് ഈസ് ഓവറോൾ. ആൻഡ് വേറെ ഒരു ക്യാബിനും ഉണ്ട്. അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ ഇന്നത്തെ സ്കാനിംഗ് ചെയ്തിട്ട് ഈ 3rd മോസ്റ്റ് സ്പോട്ട് വിച്ച് വാസ് ദി അൺഎക്സ്പെക്ടഡ് സ്പോട്ട്, അവിടെ ആയിരിക്കും ട്രക്കിന് ആവുന്ന ചാൻസ്, ഹയസ്റ്റ് ചാൻസ്. ആ ഇൻഫർമേഷൻ നമ്മൾ റീസണബിൾ കോൺഫിഡൻസ് വെച്ചിട്ട് സിവിൽ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന്
എങ്ങനെയാണ് മുന്നോട്ട് ഓപ്പറേഷൻസ് കൊണ്ടുപോവുക, ഫർദർ റെസ്ക്യൂ കൊണ്ടുപോവുക, അത് MLAയും പിന്നെ ഇവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് അവർ ഡിസൈഡ് ചെയ്യും. നമ്മുടെ എന്താ സഹായകം അവർക്ക് വേണ്ട അത് വി വിൽ കണ്ടിന്യൂ ടു പ്രൊവൈഡ് ആസ് ലോങ് ആസ് വി ക്യാൻ. താങ്ക് യു സോ മച്ച്. അതാണ് നമ്മൾ മെക്കാനിക്കലി മെർസിഡീസ് ബെൻസ് എക്സ്പേർട്ടിന് സംസാരിച്ചപ്പോ അവരുടെ ഇത് പ്രകാരം അത് സെപ്പറേറ്റ് ആവുന്ന ചാൻസ് കുറവാണ്. അസസ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യു കനോട്ട് സേ എക്സാക്ട്ലി. വേറെ ട്രക്ക് ഇപ്പോൾ 12 ടൺ ട്രെയിലർ കണ്ടെയ്നർ ട്രക്കിൽ ഡെഫിനറ്റ്ലി സെപ്പറേറ്റ് ആവും. അതിന് മാനുഫാക്ചറിങ് എങ്ങനെയാണ്, ഇത് സെപ്പറേറ്റ് ആവാതിരിക്കാനുള്ള ട്രക്കാണ്, ഓൾമോസ്റ്റ് മോണോലിത്തിക്. അപ്പോൾ ചാൻസ് കുറവാണ്. അതാണ് നമുക്ക് അല്ലെങ്കിൽ 5ാമത്തെ ഒരു സ്പോട്ട് കിട്ടണം. സോ ദാറ്റ് ഈസ് വൈ ആർ കൺക്ലൂഷൻ ഈസ് ദാറ്റ് അവിടെ ഒരു ഇതുണ്ട് ക്യാബിൻ. ആ ക്യാബിൻ പോസിബിലി ടാങ്കറിന്റെ ക്യാബിനാണ്, ട്രക്കിന്റെ അല്ല. ട്രക്കും ക്യാബിനും കൂടെയാണ്. അവിടെ നമുക്ക് ഡെപ്ത് കിട്ടിയിരിക്കുന്നത് ടോപ്പ് പോർഷനിൽ ഡെപ്ത് 5 മീറ്റർ കിട്ടി, ടോപ്പ് പോർഷനിൽ. അപ്പോ അവന്റെ ഡെപ്ത് ഓൾമോസ്റ്റ് 18 ഫീറ്റ് ആണ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 6 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോ 18 ഫീറ്റ്. അപ്പോ അവിടെ താഴെ പോയിട്ടുണ്ട്. മേ ബി ഇപ്പോ നമ്മൾ പ്രൊഫൈലിംഗ്, ബെഡ് പ്രൊഫൈലിംഗ് ചെയ്യാൻ പോവുള്ളൂ. ഇപ്പൊ ബെഡ് പ്രൊഫൈലിംഗ് ചെയ്യാൻ അറിയും അവിടെ ആക്ച്വൽ ഡെപ്ത് എത്രയാണെന്ന്. ഇവിടെ പറയുന്ന ഡെപ്ത് 18 to 20 ഫീറ്റ് ആണ്. ഓക്കെ, ഈ ബെഡ് പ്രൊഫൈലിംഗ് ചെയ്യുമ്പോൾ അറിയും അവിടെ ഡെപ്ത് എത്രയുണ്ട്, അത് എത്ര താഴെ പോയിട്ടുണ്ട്. ബട്ട് ദ ഫാക്ട് ദാറ്റ് അത് 5 മീറ്ററിനെക്കാട്ടിലും കൂടുതലാണ് അതിന്റെ ടോപ്പ് പോർഷൻ. ഇപ്പൊ മിനിമം അത്ര നമ്മുടെ ഡൈവേഴ്സിന് ഡൈവ് ചെയ്യേണ്ടി വരും. മിനിമം 5 മീറ്റർ പോണ്ടി വരും. ഇതൊക്കെ മെർസിഡീസ് ബെൻസാണ് ശരിക്കും പറയുക. ഐ എം നോട്ട് ദി പേഴ്സൺ ഓൺ ദാറ്റ്. നോർമലി ഒരു ട്രക്ക് ആക്സിഡന്റ് ആകുമ്പോൾ അതിന്റെ ഇത് ലോക്ക് ആവും. ലോക്സ് നമ്മുടെ ട്രക്കിലും കാറിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, യൂഷ്വലി ഇറ്റ് ഗെറ്റ്സ് ലോക്ഡ്. അപ്പോൾ ഓപ്പൺ ആവാൻ ചാൻസ് കുറവാണ്. is what my understanding is, but that is not at the time important. Namka, as MLA is saying, whether Arjunan was inside the truck or outside the truck is a big question that we are still trying to resolve through both logic and scanning. റോഡിന്ന് അത് ഒരു ഞാൻ ജിയോ ടാഗിങ് അവർക്ക് ചെയ്തു കൊടുക്കാം. ബട്ട് ഇറ്റ് ഇസ് 50 മീറ്റേഴ്സ് പ്ലസ് റോഡിന്ന് 50. MLA will brief, please. Yeah, good evening.